നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കേരള കോൺഗ്രസിനും കെ.എം. മാണിക്കും നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. ബാർക്കോഴ ആരോപണത്തിൽപ്പെട്ട മന്ത്രി കെ. ബാബു പരാജയപ്പെട്ടപ്പോൾ പാലായിൽ ജയിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് കെ.എം. മാണി. തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന പ്രസ്താവനയിലൂടെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ തന്നെയാണ് മാണി ലക്ഷ്യം വെക്കുന്നത്. ആരോപണ വിധേയരായ മന്ത്രിമാരിൽ കെ.എം. മാണിയും പരാജയപ്പെടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇടതുപക്ഷവും കെ.എം. മാണി അട്ടിമറിക്കാനാവുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ കണക്കൂട്ടലുകൾ തെറ്റിച്ച് 4703 വോട്ടുകൾക്ക് വിജയിച്ചതിലൂടെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കെ.എം. മാണിക്ക് കഴിഞ്ഞു. സമാനമായ ആരോപണമുയർന്ന കെ. ബാബു സ്വന്തം തട്ടകമായ തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കെ.എം. മാണിയുടെ വിജയത്തിന് തിളക്കം കൂടും. കെ.എം. മാണിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണെന്ന നിലപാടിലായിരുന്നു കേരള കോൺഗ്രസ്. ബാബുവിനെതിരെ ആരോപണമുയർന്നപ്പോൾ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചതെന്ന ആക്ഷേപവും കേരള കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. മാണിയുടെ വിജയവും ബാബുവിന്റെ പരാജയവും കേരള കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണ്. തന്നെ വളഞ്ഞിട്ടാക്രമിച്ചവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന പ്രസ്താവനയിലൂടെ ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കളെയും കെ.എം. മാണി ഉന്നമിക്കുന്നു. നിങ്ങൾക്കറിയാം, ഏതാനും വർഷങ്ങളായി എന്നെ പലരും വേട്ടയാടുകയായിരുന്നു. മാധ്യമങ്ങൾ പോലും എന്നെ വളഞ്ഞു വെച്ച് എന്നെ വളഞ്ഞു വെച്ച് ആക്രമിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ പോലും എന്നെ നീചമായി ആക്രമിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രം പോലും ഉണ്ടെന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പരത്തി. പക്ഷേ ജനങ്ങൾ എന്നെ കൈവിട്ടിട്ടില്ല. ജനങ്ങൾ എന്നെ അനുഗ്രഹിച്ചു. ജനങ്ങൾ എന്നെ രാഷ്ട്രീയത്തിൽ ഉയർത്തി നിർത്തുന്നു. അതിനെനിക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഏത് പ്രതിസന്ധിയിലും പാലയിലെ ജനങ്ങൾ തനിക്കൊപ്പമാണെന്ന് സ്ഥാപിക്കാനും തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ കെ.എം. മാണിക്ക് കഴിഞ്ഞു. കോഴ ആരോപണങ്ങളുടെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടും കെ.എം. മാണിയെ കൈവിടാൻ ഇക്കുറിയും പാലക്കാർ തയ്യാറായില്ല. ഇതുപോലെ നല്ലൊരു അവസരം ലഭിച്ചിട്ടും കെ.എം. മാണി എന്ന യാകാശത്തെ തളയ്ക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. കോട്ടയത്ത് നിന്നും ക്യാമറമാൻ ലിബിൻ കെ. ഉമ്മനൊപ്പം സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ.